ബിനു, ഈ നമ്മുടെ ജി സുധാകരൻ നേതാവിനെ, ആലപ്പുഴത്ത് നമ്മുടെ സഖാവ് ജി സുധാകരൻ, നമ്മുടെ ജി സുധാകരൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്, രാഷ്ട്രീയത്തിന് അതീതമായി. അപ്പൊ ജി സുധാകരനെ കഴിഞ്ഞ ദിവസം NGO യൂണിയന്റെ സമ്മേളനം ആലപ്പുഴ നടക്കുമ്പോൾ അവര് ജി സുധാകരനെ പരിപാടിക്ക് വിളിച്ചിരുന്നു. അതായത് യൂണിയന്റെ NGO യൂണിയൻ സമ്മേളനത്തിന്റെ ബന്ധപ്പെട്ട പരിപാടികളിൽ മുൻ മന്ത്രി ജി സുധാകരനെ ഉൾപ്പെടുത്തിയിരുന്നു. മന്ത്രി സജി ചെറിയാനെ ഉൾപ്പെടുത്തിയില്ല. എന്താണ് അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്? പൊതുവെ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ, വിഭാഗീയത തീർക്കാൻ പിണറായി വിജയനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇപ്പോൾ ജി സുധാകരനെ നമ്മൾ കാണുമ്പോൾ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിലൂടെ കാണാം. കാരണം അദ്ദേഹം ഒരു പൈസ ഉണ്ടാക്കിയിട്ടില്ല, അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലികൾ നന്നായിട്ട് ചെയ്തു. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെ എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അദ്ദേഹം കിഫ്ബി പോലുള്ള പദ്ധതികളും അതെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹം അത് നല്ല ഭംഗിയായിട്ട് നിർവഹിക്കും. പക്ഷേ ഇവരെ ഒന്നും പിണറായിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ സജി ചെറിയാനെ ഒരു താല്പര്യത്തോടു കൂടി കൊണ്ടുവന്നതാണ്. പക്ഷേ പിന്നീട് ആദ്യത്തെ ഈ അദ്ദേഹത്തിൻ്റെ നാക്കുപിഴ മൂലം മന്ത്രിസ്ഥാനമൊക്കെ പോയി രണ്ടാം വരവിൽ പിണറായിക്ക് അത്ര ഒരു താല്പര്യം ഇല്ലാത്തതുപോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ NGO യൂണിയൻ്റെയൊക്കെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണേണ്ടി വരത്തില്ലേ? അതായത് ബിനു പറഞ്ഞ ആ കാര്യം പറഞ്ഞ പോയിന്റാണ്. ഈ സജി ചെറിയാൻ എന്ന നേതാവിനെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി 15 കൊല്ലം ഇരിക്കുമ്പോൾ ഓരോ ജില്ലകളിലും അദ്ദേഹം ഓരോരുത്തരെയാണ് പാർട്ടി പിടിക്കാനായി ഏൽപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി പിടിക്കാൻ ഏൽപ്പിച്ചവരിൽ ആളുകളുടെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ TP രാമകൃഷ്ണൻ ഇപ്പോഴത്തെ കൺവീനർ, പിന്നീട് നമ്മൾ അദ്ദേഹം പാർട്ടി പിടിക്കാനായി ഏൽപ്പിച്ച, അദ്ദേഹം കോഴിക്കോട് പാർട്ടി പിടിച്ചു, ആലപ്പുഴ പാർട്ടി പിടിക്കാനായി ഏൽപ്പിച്ച ആളാണ് സജി ചെറിയാൻ. അപ്പൊ ഇങ്ങനെ 15 കൊല്ലം ഇനിയും ആൾക്കാരുണ്ട് ഇങ്ങനെ പാർട്ടി പിടിക്കാനായി അദ്ദേഹം ഏൽപ്പിച്ച ആൾക്കാർ. അതായത് ഒരു സെക്രട്ടറി പണിയിൽ ഇത്രയും പ്രാഗൽഭ്യത്തോടെ 15 കൊല്ലം അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ 15 കൊല്ലവും അദ്ദേഹം ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ചില സുഹൃത്തുക്കളായിട്ടുള്ള പാർട്ടി സഖാക്കൾ പറയുന്നത്. ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ വിഭാഗീയത കൊണ്ട് വിഷയമുണ്ട്. ഇപ്പോ ബിനു പറഞ്ഞ പോലെ ഈ ആലപ്പുഴയിലെ വിഷയമുണ്ട്. ഈ സജി ചെറിയാനെ ആക്കിയിട്ട് പോലും ഒരു ഹെഡ് മാസ്റ്റർ വടിയും കൊണ്ട് വന്നിരിക്കുന്ന പോലെ ഇരുന്നിട്ടാണ് ആലപ്പുഴ സമ്മേളനം നടന്നത്. ആലപ്പുഴ സമ്മേളനം നടന്നത് ഇപ്പോഴും കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയാണുള്ളത്. ഇപ്പോഴും അതായത് സൂസൻ കോടിയും വസന്തന്റെയും വിഷയം ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? നിങ്ങൾ സമീപവാസിയായ ഒരാളാണ്, നിങ്ങൾക്ക് അവിടുത്തെ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ഒരാളാണ്. അതെ, അപ്പൊ വസന്തൻ ആരുടെ പക്ഷമായിരുന്നു? VS പക്ഷക്കാരനായിരുന്നു. സൂസൻ കോടി ഇപ്പോഴും ഔദ്യോഗിക പക്ഷത്തിന്റെ ആളാണ്. അപ്പൊ ഇത്തരത്തിൽ നാം പറയുമ്പോൾ സജി ചെറിയാനെ മന്ത്രിയാക്കി അദ്ദേഹത്തിന് ആലപ്പുഴ ഏൽപ്പിച്ചിട്ടും വിഭാഗീയത കുറയുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രതിഭാഹരിയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നത്. പ്രതിഭാഹരിയുടെ മകനെ ഒറ്റിയതാണ്, തീർച്ചയായിട്ടും കുടുക്കിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. അവിടെ ആലപ്പുഴ നമ്മൾ ഒന്നുകൂടെ പറയുന്നത് ഒരുപാട് പേര് CS സുജാതയ്ക്ക് അടക്കം പണികൾ കിട്ടിയല്ലോ. പിന്നെ അല്ല, നമ്മൾ ഇപ്പോ ബിനു പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കാര്യം, ആരുടെ നമ്മുടെ തോമസ് ഐസക്കിന്റെ കാര്യം. എന്തുകൊണ്ട് തോമസ് ഐസക്കിനെ ഇത്രയും കാലം CCയിൽ പോലും എടുത്തിട്ടില്ല? അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിൽക്കുന്നതേ ഉള്ളൂ CPM-ന്റെ. അതെന്തുകൊണ്ട്? ഇപ്പൊ വിനു തന്നെ പറഞ്ഞു കിഫ്ബി പോലുള്ള പദ്ധതി. ഇത് തോമസ് ഐസക്കിന്റെ ബുദ്ധിയാണെങ്കിലും അതൊരു സമാന്തര സാമ്പത്തിക ഇടപാടാണ്. ഒരു രാജ്യം ചെയ്യുന്ന പോലത്തെ ഒരു ഇടപാടാണത്. തീർച്ചയായിട്ടും ഈ ബാലഗോപാൽ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുന്ന കണക്ക് തോമസ് ഐസക് ഒരിക്കലും കയ്യും കാലും ഇട്ട് അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് പോലും നോംസ് ഉണ്ട്. അതായത് ഈ പറയുന്ന കിഫ്ബി എന്ന് പറയുന്നത് ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നല്ലേ ആ കാശ് എടുത്തിരിക്കുന്നത് അല്ലെ? അത്തരത്തിലൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് കറക്റ്റ് ഒരു തെളിച്ചം വരാനുണ്ട്. ലണ്ടൻ ആണോ എന്നൊരു സംശയം. അപ്പൊ അത്തരത്തിൽ ഒരു രാജ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഫണ്ട് എടുത്തിരിക്കുന്നത്, ഐസക് ചെയ്തിരിക്കുന്നത്. ഐസക്കിന് ആ ഐഡിയ എവിടുന്നാ വന്നേ? ഐസക്കിനെ ഇപ്പോഴും CPM-നകത്ത് അമേരിക്കൻ ചാരൻ എന്നാ പറയുന്നത്. പറയാതെ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഐസക്കിനെ CCയിൽ പോലും ഉൾപ്പെടുത്താത്ത കഥയുള്ളത്. പക്ഷെ ഐസക്കിനെ പോലത്തെ സീനിയർ നേതാക്കൾക്ക് അത്തരത്തിൽ ആരോപണം പറയുന്നത് തന്നെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനുള്ള വിഭാഗീയതയാണ്. അവിടെയാണ് വിനു പറഞ്ഞ പോയിന്റ് ഞാൻ കൊണ്ടുവന്നത്. അല്ലാതെ അദ്ദേഹം അമേരിക്കൻ ചാരനാണെന്നും എനിക്കോ നിങ്ങൾക്കോ പ്രൂവ് ചെയ്യാൻ തെളിവൊന്നുമില്ല. അതാണ് ഈ പാർട്ടി. 75 വയസ്സിന്റെ മാനദണ്ഡം കൊണ്ടുവന്ന എന്തിനായിരുന്നു? സുധാകരനെ വെട്ടാൻ അല്ലെ? ഐസക്കിനെ വെട്ടാൻ. വേറെ ആരൊക്കെ തന്റെ മുന്നിൽ പ്രതിസന്ധിയായിട്ടുണ്ടോ അവരെയൊക്കെ വെട്ടാൻ അല്ലെ? തീർച്ചയായിട്ടും ഇതായിരുന്നു പിണറായി വിജയന്റെ ബുദ്ധി. അങ്ങനെ അദ്ദേഹം കൊണ്ടുവച്ച എല്ലാ ബുദ്ധിയും എപ്പോഴും വിജയിക്കണമെന്നില്ല അല്ലെ? നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ മനുഷ്യരുടെ ബുദ്ധിക്കും അതീതമായി ചില ശക്തികൾ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ലോകം നിലനിന്ന് പോകുന്നത് അല്ലെ? അവിടെയാണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമ്മൾ പറയുന്നത്. ഇപ്പൊ സജി ചെറിയാൻ ഇതിനകത്ത് വന്നു, സജി ചെറിയാനെ വെച്ചു. എന്നിട്ട് എന്തായി?
സജി ചെറിയാനെ വെച്ചിട്ട് ഈ ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ നടക്കുന്നില്ല. അതുപോലെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു വെക്കേണ്ടി വരും, ജി സുധാകരനെ ഇത്രയും വേട്ടയാടേണ്ട കാര്യമുണ്ടോ? ഇവര് നമുക്കൊക്കെ മനസ്സിലൊരു ആരാധനയില്ല, നമുക്ക് മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ നിങ്ങൾ മാറ്റി നിർത്തും, ബാക്കി സാധാരണ ജനം ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്, അത് ഈ പാർട്ടി മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു നൈർമല്യം, അദ്ദേഹത്തിന്റെ കവിയും, അദ്ദേഹത്തിന്റെ ഉള്ളിലെ കവിയും ഒക്കെ കവിയോ കലാകാരനോ എല്ലാം നമ്മൾ മാറ്റി നിർത്തുമ്പോഴും ഒരു നല്ല മന്ത്രിയായി, മന്ത്രിപ്പണി ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത കാര്യം. IAS കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, IAS-നകത്ത് തമ്മിത്തെല്ലാം നടക്കുന്നേ അല്ലെ, IPS-നകത്ത് തമ്മിത്തെല്ലാം നടക്കുന്നേ. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിലെ ഒരു മുഖ്യമന്ത്രി ഇരുന്നപ്പോൾ പോലും ഇതുണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് ഒരു അല്പം മാറിപ്പോവാണ്. ഈ ഭരണം വിനുവിന് ഓർമ്മയുണ്ട്, മൂന്നാമതൊരു നയനാർ മന്ത്രിസഭ ഉണ്ടായി, P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അന്ന് ഈ ഭരണം എങ്ങനെ പോയി? ആ വഞ്ചി അല്ലെങ്കിൽ പോട്ടെ ആ കപ്പല് സമുദ്രത്തിൽ ഇടിഞ്ഞിതാണ് പോകുന്ന പോലെയാണ് ആ സർക്കാർ അവസാന കാലത്ത് പോയത്. പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് ഭരണം പോയി. അതുകൊണ്ടാണ് KM എബ്രഹാം ഭരിക്കുന്നത്, ഈ പറയുന്ന ഈ പോലീസ് ഓഫീസർ അജിത് കുമാർ ഭരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായത്. അപ്പൊ നമ്മൾ വീണ്ടും സജി ചെറിയാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, സജി ചെറിയാനെ അനഭിമതനല്ല എന്നുള്ള കാര്യവും മാത്രമല്ല, ജി സുധാകരനെ വിടാതെ പിടികൂടി ഇത്തരത്തിൽ ഹരാസ് ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വിമർശനത്തിന്റെ ബാക്കി പത്രമാണ് NGO എന്ന് പറയുന്നത്. CPM-മായി ഔദ്യോഗികമുള്ള യൂണിയനാണ്. അവർ ജി സുധാകരനെ വിളിക്കുക എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയോട് പറയാതെ പറയുകയാണ് ഞങ്ങളുടെ വിമുഖത എന്നാണ് എൻ്റെ അർത്ഥം. കാര്യം ഏറ്റവും നല്ല മിഷണറി ഭരണത്തിൽ വരുമ്പോൾ ഉള്ളത് LDF-നാണ്. അത് വിനുവിനറിയാം. ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഒരു 10 സ്റ്റാഫുകളെ, പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുകയാണെങ്കിൽ 9 പേര് എഫിഷ്യന്റ് ആയിരിക്കും. 9 പേര്. അത്തരത്തിലൊരു NGO സ്ട്രെങ്ത് എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടി മനസ്സുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. അവർക്ക് കിട്ടാനുള്ള കാശ്, അവർക്ക് കിട്ടാനുള്ള പലതരം പല ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ചിരിക്കുക. പിന്നെ പാട്ട് എഴുതുന്നു, അദ്ദേഹം മറ്റേ സിനിമയിൽ മമ്മൂട്ടി അടക്കം പോലെ നടക്കുന്നു. അവരുടെയൊക്കെ ഈ ഹണി എന്നൊക്കെ പറയുന്ന ഇപ്പൊ സർക്കാരിനെതിരെ വിമർശനം വന്നിട്ടുണ്ട്, ഇവരുടെ സമ്മേളനത്തില്. NGO യൂണിയനാണ്. അപ്പൊ അവിടെ ജി സുധാകരൻ പങ്കെടുക്കുമ്പോൾ ജി സുധാകരനോട് അറിഞ്ഞോ അറിയാതെയോ അവർ ഒരു ആഭിമുഖ്യം പറയുമ്പോൾ, അദ്ദേഹം ബ്രാഞ്ച് മെമ്പറാണ്, നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു CPM നേതാവാണ്. സജി ചെറിയാനെ വിളിച്ചില്ല, സജി ചെറിയാനെ മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഔദ്യോഗിക പക്ഷത്തിനെതിരെ, പിണറായിക്കെതിരെ ഉദ്യോഗസ്ഥർ തിരിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ തെളിവാണ്. അതിപ്പോ തദ്ദേശ ഇലക്ഷനിൽ തെളിയുമോ അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ തെളിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അടിപിടി ഏത് തരത്തിലായിരിക്കും എന്നതിനെയും കൂടെ ആശ്രയിച്ചിരിക്കും. അതെ, കോൺഗ്രസ് ഈ പറയുന്ന പോലെ അവർ എത്രയാണ് സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്ത്, അവർ പറയുന്ന ഒരു കാര്യം അടുത്ത് വരുമ്പോഴാണ് അവർക്ക് ഈ മറ്റേ ആലിങ്ക പഴുക്കുമ്പോ കാക്കൊക്കെ വായ്പുണ്ടെന്ന് പറയുന്ന പോലെ ഈ കിടന്ന് തമ്മിലടിച്ച് ഉള്ള വിലകളെയാ. അപ്പോ ഇതില് നമുക്ക് ഈ NGO യൂണിയൻ പറയാതെ പറയും. സജി ചെറിയാന് വിഷമം ഉണ്ടായി, സജി ചെറിയാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. സുധാകരൻ ഇപ്പോ ഒന്നുകൂടെ നമുക്ക് പറയാം, ആലപ്പുഴ എങ്ങനെയാണ് ഇത്രയും വലിയ വിഭാഗീയത ഉണ്ടായത്? ഈ പറയുന്ന ആരിഫ് എന്ന് പറയുന്ന പിന്നെ മുൻ MP ഏത് വിധേനയും സീറ്റ് പിടിക്കുക എന്ന് കരുതിയാണ് ആരിഫിനെ കൊണ്ട് നിർത്തുന്നത്. ഒരു തവണ ജയിച്ചു അല്ലെ, വർഗീയത പറഞ്ഞുകൊണ്ട്. അതായത് പകൽ CPM-ഉം രാത്രി SDPI-യുമായി അല്ലെങ്കിൽ PFI ആയിട്ടുള്ള നിരവധി പാർട്ടി പ്രവർത്തകർ ഇവർക്കിടയിൽ ഉള്ളതിന്റെ ശക്തമായ ഒരു ഇതാണ്, ഒരു തെളിവാണ് ഈ ആരിഫിനെ നിർത്തിയതും ആരിഫ് അതിലൂടെ ജയിച്ചതും. പക്ഷെ ഇത്തവണ എന്തുകൊണ്ട് തോറ്റെന്ന് ചോദിച്ചാൽ ആ വോട്ട് സ്പ്ലിറ്റായി. നിന്നത് KC വേണുപോലെ. 1, 2 ശോഭാ സുരേന്ദ്രൻ. അപ്പൊ CPM-ന്റെ ചില തന്ത്രങ്ങൾ ചിലയിടങ്ങളിൽ പിഴയ്ക്കുന്നു. പിന്നെ കാര്യത്തിലും പിഴച്ചു. അതെ, പാലക്കാട് ഇവർക്കിപ്പോ അവര് AK പാലിനെ പോലുള്ള ഒരു ക്ലിയർ ക്രിസ്റ്റൽ നേതാവ് എന്നൊക്കെ പറഞ്ഞാണ് സരിനെ നിർത്തിയത്. ഇവർക്ക് ആൾക്കാർ തിരിച്ചറിയാൻ അറിയില്ല. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇവർ ചില പഴയ അടവ് നയങ്ങൾ കൊണ്ട് ഇപ്പോഴും നടന്നാലേ സമകാലിക പൊളിറ്റിക്സിന്റെ കാര്യങ്ങൾ അവർ പറയും. അവർ ജാതി രാഷ്ട്രീയത്തിൽ സമകാലിക പൊളിറ്റിക്സ് പറയും. ഇപ്പൊ ഞാനോ വിനുവോ പറയുമ്പോൾ താഴെ വേണമെങ്കിൽ കമന്റ് വരും, നിനക്കൊക്കെ എന്തോന്ന് അറിയാടാ CPM-നെ കുറിച്ചൊന്ന് ചോദിച്ചു. പിന്നെ അവർ ചെയ്യുന്നത് മാത്രം ബുദ്ധിപരമാണെന്ന് ഉണ്ട തൊടാതെ വിഴുങ്ങാനൊക്കെ പാർട്ടിയിലെ അടിമകൾക്ക് പറ്റും, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. ഏതായാലും ജി സുധാകരനിലൂടെ NGO യൂണിയൻ സർക്കാരിന് ഒരു താക്കീത് നൽകിയിരിക്കുന്നു. സജി ചെറിയാനെ ഒരു പൊട്ടനെ പോലെ മാറ്റിയിരുത്തിയിട്ടുണ്ട്.